ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അതുപോലെ നമ്മുടെ ഗാർഡനും സെറ്റ് ചെയ്യണം, അതുപോലെ ചെടികൾ നമ്മുടെ ഗാർഡനിലോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അപ്പം അങ്ങനെ ഒരുപാട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ഗാർഡൻ എന്തുകൊണ്ടാണ് മനോഹരമായി മാറാത്തത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാങ്ങിങ് ഗാർഡൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വളർത്തുന്ന ഒരാളാണെങ്കിൽ, ഹാങ്ങിങ് പ്ലാന്റ്സ് വളർത്തുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ഹാങ്ങിങ് ഗാർഡനിൽ ഒരു ചെടി തൂക്കിയിടുമ്പോൾ ആ തൂക്കിയിടുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് ആയിരിക്കും പലപ്പോഴും വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരുപാട് ഉയരങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉയരങ്ങൾ തൂക്കിയിടുന്ന ചെടികളുണ്ട്, പലരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചെടി തൂക്കിയിടുന്ന സമയങ്ങളിൽ ആ ചെടിക്ക് കൊടുക്കുന്ന കെയർ ചെടി വെച്ചിരിക്കുന്ന ഹൈറ്റിന് അനുസരിച്ചിരിക്കും. നമ്മൾ ഒരുപാട് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ചെടിക്ക് കൊടുക്കുന്ന അതേ ഒരു കെയർ ആയിരിക്കില്ല നമ്മൾ എപ്പോഴും താഴെ കിടക്കുന്ന ചെടിക്ക് കൊടുക്കുക. കാരണം നമുക്ക് എപ്പോഴും എത്തിപ്പെടുന്ന ഉയരങ്ങളിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് നമുക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഉയരമാണ് നമ്മുടെ പ്ലാന്റിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ചെടി മെയിൻറ്റെയിൻ ചെയ്യാനും ചെടിക്ക് വേണ്ട കെയർ കൊടുക്കാനൊക്കെ. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കതിനുള്ള താല്പര്യം പൊതുവെ കുറഞ്ഞു വരികയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ചെടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ഹൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊന്നും ആ ഒരു ചെടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും എത്തുന്ന ഉയരത്തിൽ ചെടി തൂക്കിയിടാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഹാങ്ങിങ് ഗാർഡൻ അല്ലാതെ തന്നെ നമ്മൾ ഒരു ഫ്രണ്ട് യാർഡ് ഗാർഡൻ ചെയ്യുന്ന സമയത്തും ബാക്ക് യാർഡ് ഗാർഡൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്ലാനിങ്. നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിലൊരു യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റും. മറ്റ് എല്ലാ ഗാർഡനുകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ട് മറ്റെല്ലാവരും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നമ്മുടെ ഗാർഡൻ എടുത്ത് കാണിക്കും. നമ്മുടെ വീട്ടിലോട്ട് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ പോലും അദ്ദേഹം ചോദിക്കും നിങ്ങൾ എന്താണ് ചെടിക്ക് ചെയ്യുന്ന ഒരു കെയർ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പലപ്പോഴും കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്യുന്ന കൂടി തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്ലാനിങ്ങോട് കൂടി ഗാർഡൻ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഈ ഒരു പ്ലാനിങ്ങോട് കൂടി. നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡിലൂടെ പല ഐഡിയകളും കടന്നു പോകും. ചെടികൾ ഇന്ന രീതി വെച്ച് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്ന ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും. ഇങ്ങനെ വരുന്ന പ്ലാനിങ് ഒക്കെ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ വരച്ച് വെക്കുകയോ ചെയ്യാം. ഒരു റഫായിട്ട് നമ്മളൊന്ന് വരച്ചു വെക്കുക. അതിന് വേണ്ട സൺലൈറ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഓവർ സൺലൈറ്റ് വരുന്ന ഭാഗമാണോ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആ ചെടി അവിടെ വെക്കാൻ പറ്റുന്ന ചെടി ആണെങ്കിൽ മാത്രം അവിടെ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ പ്ലാനിങ്ങോട് കൂടി ചെടി വെക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ യാതൊരു പ്ലാനിങ് ഇല്ലാതെ ഒരു ചെടി അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗ്രോത്ത് കിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നല്ല രീതിയിൽ ഗ്രോത്തോട് കൂടി വളർന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗത്ത് വെക്കുമ്പോൾ അത് വളരാതെ മുരടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൃത്യമായിട്ട് വെയിലും അല്ലെങ്കിൽ തണലും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പല പ്ലാന്റുകളും ഇതുപോലെ കാണിക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മാത്രം പ്ലാന്റ്സ് വെക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കാര്യമല്ലെങ്കിൽ മറ്റുള്ള എന്ത് ചെടികൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ എപ്പോഴും യുണീക്കായിട്ടിരിക്കും. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ഗാർഡൻ ആർക്കും കോപ്പി അടിക്കാൻ പറ്റില്ല എന്ന് കൂടിയാണ്. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വളരുന്ന ആ ഒരു രീതിയിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ചെടി അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് വരില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടികൾക്ക് കൊടുക്കേണ്ട വളങ്ങൾ. നമ്മളൊരു ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല രീതിയിലുള്ള പല തരത്തിൽപ്പെട്ട ചെടികളുണ്ടായിരിക്കും. പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുണ്ടായിരിക്കും, പൂക്കൾ ഉണ്ടാവാതെ ഇലകൾ മാത്രമുള്ള ചെടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വളരുന്ന ചെടികളുണ്ടായിരിക്കും, വളരെ സ്ലോ ആയിട്ട് വളരുന്ന ചെടികളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെടികൾക്കും വേണ്ട വളങ്ങൾ അതിന് വേണ്ട രീതിയിൽ അതിന് വേണ്ട അളവിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് കൊടുക്കേണ്ട വളമല്ലല്ലോ നമ്മൾ സാധാരണ ഇലച്ചെടികൾക്ക് കൊടുക്കാറ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ചെടികൾക്ക് കൊടുക്കുന്ന അതേ വളം തന്നെ നമ്മൾ സ്ലോ ആയിട്ട് വളരുന്ന ചെടികൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ സ്ലോ ആയിട്ട് വളരുന്ന ചെടികൾക്ക് വളരെ കുറഞ്ഞ അളവിൽ വളം ചെയ്ത് കൊടുക്കുക. ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ചെടികളുടെ അത്രയും ക്വാണ്ടിറ്റിയിൽ വളം നമ്മൾ സ്ലോ ആയിട്ട് വളരുന്ന ചെടികൾക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ആ ഒരു ചെടികൾക്കൊരു ഇറിറ്റേഷനായിട്ട് മാറും. അപ്പോൾ നമ്മളിങ്ങനെ ചെടിയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ആ ചെടി നശിച്ചു പോകാൻ അത് വലിയൊരു കാരണമായി മാറുകയും ചെയ്യും. ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ ഖര രൂപത്തിലുള്ള വളം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ലിക്വിഡ് വളങ്ങളാണ്. നമുക്ക് NPK ആണെങ്കിലും മറ്റുള്ള വളങ്ങളാണെങ്കിലും വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ, കൂടുതൽ നന്നായിട്ട് നല്ല ഹെൽത്തിയോട് കൂടി വളരാനും നല്ലത്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ വളർത്തുന്ന സമയങ്ങളിൽ
ഹാങ്ങിങ് പോട്ടിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നമ്മൾ ഖര രൂപത്തിലുള്ള വളങ്ങൾ ഇടുന്നത് കുറച്ച് കൊണ്ടുവരിക. തീരെ ഇടണ്ട എന്നല്ല, കുറഞ്ഞ രീതിയിൽ നമ്മൾ ഖര രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാണകപ്പൊടിയിൽ ഒരുപാട് കളയുടെ വിത്തുകളുണ്ട്. ഈ കളയുടെ വിത്തുകൾ നമ്മൾ ഇടുന്ന സമയങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കളകൾ റിമൂവ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറിയിട്ട് അതിൻ്റെ കളകളെല്ലാം പറിച്ച് മാറ്റി കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത് കുറച്ചൊന്ന് ഒഴിവാക്കുക. കമ്പോസ്റ്റൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഗാർഡൻ ഉഷാറാക്കി കൊണ്ടുവരാൻ ശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. വീഡിയോ എത്ര പേർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.